അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ലൈഫ് പദ്ധതി ഗഡു വൈകിയതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളി ആത്മഹത്യ ചെയ്ത സംഭവം. അരൂർ പഞ്ചായത്തിന് മുന്നിൽ CPI പ്രതിഷേധം. അരൂർ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുടെ അവസാന ഗഡു ലഭിക്കാൻ വൈകിയതിലും വീട്ടു നമ്പർ ലഭിക്കാത്തതിലും മനം നൊന്ത് അരൂർ പള്ളിയോടപ്പുരയ്ക്കൽ സുബ്രഹ്മണ്യൻ എന്ന മത്സ്യത്തൊഴിലാളി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അരൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ CPI അരൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധനസഹായം നിഷേധിച്ച പഞ്ചായത്ത് അധികൃതരാണ് മരണത്തിന് ഉത്തരവാദികളെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പ്രതിഷേധ ധർണ CPI ജില്ലാ പ്രസിഡന്റ് TJ അഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മേധാവികളുടെ അനാസ്ഥ മൂലം അവരുടെ ക്രൂരമായ സമീപനം മൂലം വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാതെ ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി ആത്മഹത്യ ചെയ്തു. സുബ്രഹ്മണ്യന്റെ മരണത്തെക്കുറിച്ച് സമഗ്രാന്വേഷണം നടത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും പരേതന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഗുണഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കാതെ താൽക്കാലിക വീട്ടുനമ്പർ നൽകി പദ്ധതി വിഹിതം പൂർണ്ണമായി നൽകണമെന്ന കഴിഞ്ഞ സർക്കാരിന്റെ ഉത്തരവ് നടപ്പാക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും സാധാരണക്കാരായ ജനങ്ങൾക്ക് വീടുകളുടെ ഉടമസ്ഥാവകാശം ലഭ്യമാക്കണമെന്നും TJ അഞ്ചലോസ് കൂട്ടിച്ചേർത്തു. ചന്ദിരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AK മഹേശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. VK ചന്ദ്രബോസ് സ്വാഗതം ആശംസിച്ചു. പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PM അജിത് കുമാർ, മണ്ഡലം സെക്രട്ടറി MP ബിജു, മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി OK മോഹനൻ എന്നിവർ സംസാരിച്ചു. CPI പ്രവർത്തകരായ ചന്ദ്രിക സുരേഷ്, NM സജിത, PK അജി, VN ദേവരാജൻ, ശ്രീകല സുരേഷ് ബാബു, KS സജീവൻ, KV അനീഷ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി.